ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തി എന്നുള്ള നിലയിൽ പല VIP-കളെയും കണ്ടു കാണും. കാരണം ശബരിമല ശാന്തിയല്ലേ, കീഴ്ശാന്തി എന്നൊന്നും പറയില്ല. VIPസിൻ്റെ ഒക്കെ എടുത്തു പറയും ശബരിമല ശാന്തിയാന്ന് പറയും. സ്വാഭാവിക അപ്പോയിൻമെൻറ്റ് കൊടുക്കും. കാരണം ക്ഷേത്രത്തിലൊരു വലിയൊരു ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമല്ലേ. അവിടുത്തെ ശാന്തിക്കാരൻ വന്ന് അമ്പലത്തിൽ പ്രസാദവും കൊണ്ട് വന്നിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അങ്ങനെ പോയിട്ട് സോണിയാഗാന്ധിയെ കണ്ടു. സോണിയാഗാന്ധിയെ കണ്ട് ഒരു ചരട് അവിടെ അമ്പലത്തിൽ പൂജിച്ച ചരടെന്ന് പറഞ്ഞ് കയ്യിൽ കെട്ടിക്കൊടുത്തു. അതിനാണ് നമ്മുടെ സംഘിക്കുട്ടിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞത് അത് സ്വർണത്തിൻ്റെ നൂലാണ്. ഇയാൾക്ക് സ്വർണവും സാധാരണ ചരടും കണ്ടാൽ തിരിച്ചറിയില്ലേ ഈ സംഘിക്കുട്ടിക്ക്? ഇപ്പോൾ അതുകൊണ്ട് സോണിയാഗാന്ധിയെ ഇതിൽ പെടുത്തി കോൺഗ്രസ്സുകാരെ നിശബ്ദരാക്കാനാണ് ഭാവമെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഇവിടെ കൂടിയിട്ടുള്ള ജനക്കൂട്ടം. അങ്ങനെ ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഫോട്ടോ പലരുടെ കൂടെയും പല ഫോട്ടോ ഉണ്ടാവും. ഞാനൊക്കെ സാധാരണ ഏത് ചടങ്ങിന് ചെന്നാലും യാത്ര ചെയ്യുമ്പോഴും സെൽഫി എടുക്കട്ടെ എന്ന് ആരെങ്കിലും വന്നാൽ ഞാൻ വേണ്ടാന്ന് പറയാറില്ല. ആരെയൊക്കെ കൂടെ സെൽഫി എടുത്തണ എനിക്ക് തന്നെ അറിയില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൈറ്റ് ഹരിത വിദ്യാലയം 4.0 ഉദിക്കുകയാണ്. ഈ ആശയങ്ങളൊക്കെ നിങ്ങൾ കുട്ടികളുടെ ആശയങ്ങളാണോ അതോ അധ്യാപകര് പറഞ്ഞു തരുന്ന ആശയങ്ങളാണോ? അധ്യാപകര് വേണ്ട പിന്തുണ നൽകിക്കൊണ്ടാണ്. ഇവിടെ എല്ലാ ആൺകുട്ടികൾക്ക് എത്ര പേർക്ക് ആർത്തവത്തെ കുറിച്ച് അറിയാം? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു സ്പെഷ്യാലിറ്റി വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഭാഷ എന്ന് പറയുന്നത്. മികവാർന്ന വിദ്യാലയങ്ങളും മനം തൊടുന്ന വിദ്യാർത്ഥി ജീവിതങ്ങളുമായി ഞാനുമുണ്ട് ഇക്കുറി നിങ്ങളോടൊപ്പം. ഏവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നത് ശ്രീ KT ജലീലാണ് യോഗി ആദിത്യനാഥും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരനെന്നാണ്. കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇന്നേ വരെ, അത് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ CPM-ൽപ്പെട്ടവരായിക്കോട്ടെ മറ്റേത് പാർട്ടിയിൽപ്പെട്ട കേരളത്തിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരാളും ഒരു മന്ത്രിയും ഇന്നേ വരെ യോഗി ആദിത്യനാഥിന്റെ കൂടെ ഫോട്ടോ എടുത്ത് സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടില്ല. സതീശൻ പറഞ്ഞത് ചെന്നങ്ങ് പറഞ്ഞേരെ ഞാനങ്ങ് പേടിച്ചു പോകും. അതേ ഭാഷയിൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഞങ്ങളുടെ പ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ, റൂൾ 50യുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര? അപ്പൊ CPM പ്രതിരോധത്തിലാവുന്ന, CPM-ന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെന്റിന്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുക. നിങ്ങളല്ലേ പോലീസിന്റെ മന്ത്രി? പോലീസിനെ കൊല്ലാൻ സ്റ്റീൽ ബോംബ് എറിയുന്നത് മറ്റേ പുഷ്പഹാരം വലിച്ചെറിയല്ലോ, പോലീസിന് നേരെ ബൊക്കെ കൊടുക്കുകയല്ലോ പോലീസിന്. സ്റ്റീൽ ബോംബ് എറിഞ്ഞ് നിങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് 20 വർഷം തടവിന് കോടതി ശിക്ഷിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുക. കാരണം ജയിക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ല. അത്ര അക്രമവും അത്ര അതിക്രമവുമാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ മാസം ഇയാൾക്ക് പരോൾ കൊടുക്കുക. വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത്. ശ്രീമതി KK രമ ഇവിടെ ഇരിക്കുന്നു. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞികൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM ഇരട്ടത്താപ്പാണ്, എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത്. പിന്നെ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള ആളുകളെ
ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ, റൂൾ 50യുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര? അപ്പൊ CPM പ്രതിരോധത്തിലാവുന്ന, CPMന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെന്റിന്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുകയാണ്. ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം ഡിനേ ചെയ്തത്? ഇതിവിടെ സംസാരിക്കണ്ടേ? ഒരു നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാതെ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന, അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, പരസ്യമായ വധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന, പരസ്യമായ ഭീഷണി നടത്തുന്ന, ക്രൂരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ അവരെ അടിച്ചമർത്തുന്ന സംഭവം നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? അത് പറയാനുള്ള അവസരം നിഷേധിച്ചു തുടർന്നാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്.